ഗുഡ് മോർണിംഗ്. ഞാൻ പിന്നെ രാവിലെ വന്നു കേട്ടോ. ഇതേ ഒരു ഗ്ലാസ് ജീരക വാട്ടറുമായിട്ട്. നിങ്ങൾ എപ്പോൾ നോക്കുമ്പോഴും ഞാൻ ഇവിടെ ആയിരിക്കും. രാവിലെ എണീറ്റ് വീഡിയോയുടെ മുമ്പിലല്ലേ, സമയം കിട്ടുമ്പോഴല്ലേ പലപ്പോഴും എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ഇപ്പോൾ എണീറ്റ് ഉടനെ കണ്ട ഫേസ് നല്ല ഇടിമിച്ച് നല്ല പോലെ ഉറങ്ങി. എന്നറിയാം, നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പാകുമ്പോൾ നമുക്ക് എണീക്കാൻ തോന്നുക, നല്ല ഉറക്കം. ഇത് നിങ്ങൾ കണ്ടില്ലേ, മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്ന, നിങ്ങൾക്കത് കാണാലോ. നല്ല മഞ്ഞ്, നല്ല തണുപ്പുമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പക്ഷികളൊക്കെ വരാൻ തുടങ്ങി. കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ഈ സമയത്ത് കട്ടൻ ചായ ആയിരിക്കും. ഇതിപ്പം ജീര വാട്ടറാണ് കേട്ടോ. ഒരു ജീര. ഇപ്പം മഞ്ഞായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മൂടി പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. പാവം ഇരിപ്പുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, രാവിലെ ആകുമ്പോഴത്തെ എല്ലാവരും സ്വെറ്റർ ആകും കേട്ടോ. നല്ല തണുപ്പാണ്. ഞാനിങ്ങനെ ഒരു കാര്യം ഓർപ്പത്തു. എന്താണെന്നറിയോ, ഞാൻ പറയാവേ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, അപ്പുറത്തുനിന്ന് ഉദിച്ചു വരുന്നത്, ഓപ്പോസിറ്റ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വന്നറിയുമോ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ പണ്ടത്തെ അടുപ്പൊക്കെ ഇല്ലേ, പണ്ടത്തെ അടുക്കളയൊക്കെ. അപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം അടിയായിരുന്നു. ഈ തണുപ്പത്തുണ്ടല്ലോ, നമ്മൾ ഈ അരപ്രൈസിൽ ഇങ്ങനെ വിറകൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കയറി ഇരിക്കുകയല്ലേ തണുത്ത്, ഇങ്ങനെ ഓഹോ കൈയൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരിക്കത്തില്ലേ. അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാനും ഞങ്ങൾ ആങ്ങളമാരും എല്ലാം അങ്ങോട്ട് കൂടി ഇങ്ങനെ ഇരിക്കും തണുപ്പത്ത്. അമ്മ വന്നിട്ട് അങ്ങോട്ട് മാറിയിരിക്കും വിളക്ക് തീ കത്തിക്കണം എന്ന് പറയും. എവിടെ നമ്മൾ മാറുമോ. അതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ പിന്നെ ഈ കരിയില മീൻസ് ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് ഇരിക്കുമായിരുന്നു തണുത്തിട്ട്. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുക. ഞാൻ ലേറ്റ് എണീറ്റോണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര തണുപ്പ് തോന്നിയത്. നമ്മളൊരു 5 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ നമുക്ക് അത്ര തണുപ്പ് തോന്നിയില്ല. കാരണം നമ്മൾ നടന്നാടെ നമ്മുടെ ബോഡിയൊക്കെ നല്ല വാം ആവുന്നുണ്ട്, നമുക്കങ്ങനെ തണുപ്പ് തോന്നിയില്ല. ഇപ്പം ഞാൻ കുറച്ച് ലേറ്റായി എണീറ്റോണ്ടാണ്. കണ്ണൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട്. വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. കുറച്ച് സ്ഥലത്തൊക്കെ പോകണം. ഇന്ന് എല്ലാ പണിയോടും ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ തണുപ്പ് കുറയും. രാവിലെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് വന്ന് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, രാവിലെ വീഡിയോ എടുക്കുമ്പോഴല്ലോ നല്ല നല്ല തെളിഞ്ഞായിട്ടിരിക്കും നമുക്ക്. പിന്നെ നമ്മുടെ നേച്ചറൊക്കെ നല്ലതായിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ നല്ല പോലെ കാണും. നമ്മളിപ്പോൾ കുറച്ചൊരു വെയിൽ ഒഴിക്കും, മീൻസ് വെയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുവാണെങ്കിലുണ്ടല്ലോ ഒരു ഡള്ളായിട്ട് കാണും. ഇപ്പം നോക്കി എന്ത് ക്ലിയറാന്ന്. അപ്പം ഇനി എൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾ ചായ കുടിക്കൂ. അപ്പം ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി കുളിച്ച് റെഡിയായി. എന്നറിയാം, എനിക്ക് കടയിലൊക്കെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്, കുറേ സാധനങ്ങൾ വാങ്ങണം, കുറേ ഓൾട്രേഷൻ ഉണ്ട്, ഒക്കെ കൊടുക്കണം. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആണ്. ഇപ്പം 11 o'clock ആകുന്നു. ഒരു 12 o'clock ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയുമോ, ഇത് കണ്ടു ഉപ്പുമാവ്. ഇതെന്തറിയോ, ഇങ്ങനെ സ്ക്വയർ ആയിരിക്കുന്നത്. ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട്, സോറി അത് ബ്ലാക്ക് ആയിട്ടോ, ഇതിങ്ങനെ ക്യാമറ ഇതായിട്ട് ബോളിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് പിന്നെ തിരിച്ച് ഇതിനകത്തേക്ക് ഇട്ടപ്പോൾ നോക്കി ഈ ഷേപ്പ് വന്നു. പിന്നെ ഒരു മുട്ട എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ കുറച്ച് റെഡ് ചില്ലിയും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ആയിട്ട് അങ്ങനെ എടുത്തു. ഇത്
മുട്ടയുടെ ഗ്രേവി സെപ്പറേറ്റ് ആണ് കേട്ടോ, ഉള്ളിയൊക്കെ ആക്കിയിട്ട്. ചുമ്മാ ഒരു വെറൈറ്റി. ഇപ്പം എന്നാണെന്നറിയാം, നമ്മുടെ ഹോട്ടലൊക്കെ നമുക്കിതിൻ്റെ കൂടെ ഇത് ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ടു കേട്ടോ, കുറച്ച് കളർഫുൾ ആയിട്ടോടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലൊക്കെ എങ്ങനെ അറിയാം, ഇതിൻ്റെ കൂടെ ചെറിയൊരു വാഴയില ഇതേപോലെ പാത്രം, ഇതിനകത്ത് ചമ്മന്തിയും ഇതിനകത്ത് എന്തേലും മീൻസ് മോരും കാണും ഒരു കള്ളിക്കകത്ത് കേട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് അവരെന്ത് ചെയ്യുന്നറിയാം, ഒരു വാഴയില ഇട്ടിനകത്തേക്ക് ഉപ്മാവ് വെക്കും, അതിൻ്റെ കൂടെ ഇപ്പുറത്തെ ഒരു കേസരി മീൻസ് കേസരി ബാത്തും വെക്കും. നല്ല രുചിയാണ്, നല്ല സ്മെല്ല്. ആ വാഴയിലൊക്കെ ഇങ്ങനെ ആ നെയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ഉപ്മാവ് ഉണ്ടാക്കും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കല്ലോ കേട്ടോ, ഇങ്ങനെ കൂടിയിരിക്കും, ഇങ്ങനെ കുറച്ചിങ്ങനെ ഇച്ചിരി വെള്ളം പോലെ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉപ്മാവ് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഗ്രേവി നല്ല കോമ്പിനേഷനാണ്. കപ്പ തിന്നു പോലെ എനിക്ക് തോന്നുന്നു, നല്ല സ്പൈസിയും. കടലിട്ടുണ്ട് കേട്ടോ, കടൽ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കുന്നു. പിന്നീടല്ലേ കുക്കുമ ഭയങ്കര കരച്ചിലായിരുന്നേ. ഞാനൊരു ബോക്സ് എടുത്തപ്പോൾ ഒരു ഉണക്കമീൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. കവർ ഉണക്കമീനൊക്കെ കളഞ്ഞു, പക്ഷേ അതിനകത്ത് നമ്മൾ ബോക്സ് എടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ല, ഒരു ഉണക്കമീൻ്റെ സ്മെല്ല്. അതുകൊണ്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാനിന്ന് മൺഡേ ആയതുകൊണ്ട് ഞങ്ങളിവിടെ നോൺ വെജ് കഴിക്കില്ല. അപ്പം അവൾ ഭയങ്കര കരച്ചിലാണ്ട് ഞാൻ അവളോട് പറഞ്ഞു, പാവം കരഞ്ഞു പോയി കിടന്നു എൻ്റെ അലമാരിയിൽ, എൻ്റെ ഷെൽഫിലാണ് അവൾ കിടന്നുറങ്ങുന്നത്. ചിലപ്പോൾ തുണിയൊക്കെ ഇട്ടിട്ട് താഴിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു നാളെ വാങ്ങിച്ചുതരാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം നാളെ അവൾക്ക് വേണ്ടി കുറച്ച് മീൻ വാങ്ങണം. ഇന്ന് 9 മണിക്കുള്ളിൽ, അല്ല കറക്റ്റ് 9 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഇന്നും ഞാൻ കുറേ നമ്മുടെ ഫ്രിഡ്ജെല്ലാം എടുത്ത് ഇങ്ങനെ കുറേ ക്ലീൻ ചെയ്തു. അതൊക്കെ കൊണ്ട് എനിക്ക് സമയം ഉണ്ടായില്ല. അപ്പം വീടൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ടതുകൊണ്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കുണ്ടോ 11 മണിയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ടല്ലോ കഴിച്ചിട്ടുള്ളിലേക്ക് പോകുന്നില്ല, സമയം പോയി, വയറ് നിറഞ്ഞു. എനിക്കൊന്നും ഗ്യാസ് ഇല്ലായെന്ന് തോന്നുന്നു. രാവിലെ ഒരു ഗ്ലാസ് ജീരക വാട്ടർ കുടിച്ചത് നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ 11 മണി വരെ ഞാൻ അങ്ങനെ നിൽക്കുന്നുള്ളതല്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ഏകദേശം എങ്ങനെയൊക്കെ കഴിച്ച് തീർത്തു. വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, ഞാനൊന്നും വേസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ എന്തെന്നറിയാം, ഒരു കാര്യം പറയാനുണ്ട്. ക്യാമറ കുറച്ച് ഷേക്ക്, എൻ്റെ കാല് തട്ടിയതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഈ 18th വന്നപ്പോൾ 4 മന്ത് കംപ്ലീറ്റായി. ഇപ്പോൾ 5th മന്ത് 18th വന്ന് 5th മന്ത് റണ്ണിങ് ആണ്. അപ്പോൾ ഞാനൊരു ആകസ്മികമായി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു, മോണിറ്റൈസേഷൻ ആകണം, എങ്ങനെയാണ് പൈസ കിട്ടുന്നത് എന്നൊക്കെ എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ നമുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പം ഒരു സോഷ്യൽ മീഡിയയാണ്, നമ്മളെല്ലാവരും കാണും. അപ്പം നമുക്ക് അപ്പം ഞാനെങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പറയും ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് ക്യാഷ് വരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ക്യാഷ് വന്നെന്ന് ചോദിക്കും. പക്ഷേ ഞാനിവിടെ ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതങ്ങനെയല്ല. നമ്മൾ എഫേർട്ട് എടുക്കണം, നമ്മൾ ഓരോ വീഡിയോ ഇടണം, ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വാച്ച് ടൈം ഉണ്ടാവണം, പിന്നെ സബ്സ്ക്രൈബ് ഉണ്ടാവണം, ഒക്കെ കഴിഞ്ഞ് മാത്രമേ പിന്നെ കോപ്പിറൈറ്റ് വരില്ല എന്നൊക്കെയായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആദ്യമൊക്കെ എൻ്റെ 2ാമത്തെ 3ാമത്തെ വീഡിയോ ഒക്കെ ഞാൻ ടെമ്പിളിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അവിടെ റെക്കോർഡ് വെക്കുന്ന സമയത്തൊക്കെ എൻ്റെ വീഡിയോയിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് അന്നേരം അതിനകത്ത് അവർ എൻ്റെ വീഡിയോയിൽ എൻ്റെ അപ്ഡേറ്റ് മീൻസ് കഴിഞ്ഞ് കഴിയുമ്പം അപ്ലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് ഇങ്ങനെ വരുന്ന കാണാം. അപ്പം അത് കോപ്പിറൈറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇത് കുഴപ്പമില്ലാന്ന് അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആശ്വാസം. പിന്നെ ഞാൻ സ്വയം പഠിച്ചു. പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ കാണും. എനിക്ക് J4 ടെക് ചാനലാണെന്ന് തോന്നുന്നു, J4 അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി കേട്ടോ. അപ്പോൾ അവരിതേക്കുറിച്ച് എങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാനിങ്ങനെ വീഡിയോ എങ്ങനെ ഇടണം, എങ്ങനെയാണെന്ന്, പിന്നെ ഈ കോപ്പിറൈറ്റ് എന്താണെന്ന്, അത് ചെറിയൊരു കോപ്പിറൈറ്റ്, വേറെ അങ്ങനെ ഇഷ്യൂ ഉള്ളതൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടുള്ള, അതെനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ആദ്യമൊക്കെ എൻ്റെ ചില വീഡിയോ, എനിക്ക് ഷോർട്ട് വീഡിയോ മാത്രം ഒത്തിരി റണ്ണിങ് ആകുന്നുണ്ട്. എൻ്റെ ലോങ് വീഡിയോ മാത്രം ആദ്യമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, എന്നെ ആർക്കും അറിയില്ലല്ലോ. അപ്പം കുറച്ച് ഒരു ചില വീഡിയോയ്ക്ക് 460 അങ്ങനെയൊക്കെ
500 മേലെ പോയത് വീഡിയോ ഇപ്പോൾ ഉണ്ട്, 1-2 വീഡിയോ ഉണ്ട്. അതിങ്ങനെ ഒരു ദിവസമായിട്ടല്ല, ഇങ്ങനെ ഓരോ മാസം ഏകദേശം എടുത്തിട്ടാണ് അത്ര ആയത്. പിന്നെ ഇപ്പോൾ ഇടുന്ന വീഡിയോ ഏകദേശം ഒരു 1-2 മന്തിൽ നിന്ന് എനിക്ക് വ്യൂവേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. ബട്ട് വാച്ച് ടൈമും വളരെ കുറവാണ്. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ കുറച്ച് വ്യൂസേ വരുന്നുള്ളൂ. അപ്പം ഞാൻ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ. എനിക്ക് ചില സമയത്ത് ഭയങ്കര വിഷമവും, ഒരു 2 മിനിറ്റ് എൻ്റെ വിഷമമുള്ളൂ. പിന്നെ ഞാൻ വിചാരിക്കും സാരമില്ല, നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു ഇറങ്ങിയതാണല്ലോ, അപ്പം നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറങ്ങുമ്പം എന്ത് ചെയ്യും, അതെന്ത് വന്നാലും നമ്മളതിനെ മുന്നോട്ട് പോകണം തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനാണ് ഇപ്പം ഒരു വീഡിയോ കണ്ടു, ജെഫോടെക്കിൻ്റെ വീഡിയോനകത്ത് അവർ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. എന്തെങ്കിലും നമ്മൾ ലക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾക്ക് വാച്ച് ടൈം കൂടും, മോണിറ്റൈസേഷനും ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. ശരിയല്ലേ? അപ്പം എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനതുകൊണ്ട് ഇന്ന് വരെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 5 മന്ത് കംപ്ലീറ്റ് ആയി, ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോ പോലും, ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്തിട്ടില്ല. ഞാൻ എത്ര കഷ്ടമാണെങ്കിലും ടൈം മാത്രം, ഞാൻ ഇടുന്ന അപ്ലോഡിങ് ടൈം മാത്രം എനിക്ക് എപ്പോഴും കുറച്ച് സമയം മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കിംഗ് ടൈം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ചില സമയത്ത് രാവിലെ, ചില സമയത്ത് ഈവനിങ് ബിഫോർ 8 എനിക്ക് ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബിഫോർ 12 o'clock അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എനിക്ക് കറക്റ്റ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രോബ്ലം മാത്രമുള്ളൂ. അല്ലാതെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോയും ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ വ്യൂസ് മാത്രം വളരെ വളരെ കുറവാണ്. അപ്പോൾ എന്നാലും ഞാൻ തളരത്തൊന്നുമില്ല, ഞാൻ എന്തായാലും വീഡിയോ ഇടും. ഇപ്പം നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കുറേ കണ്ടൻറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ട് എങ്ങനെയാലും ഒന്ന് മോണിറ്റൈസേഷൻ ആകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. എങ്ങനെയാണ് എൻ്റെ ക്യാഷ് കിട്ടുന്നത്? എല്ലാവരും വല്ല ഹാപ്പി ആയിട്ട് പറയും എനിക്ക് ഇത്രയും ക്യാഷ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷെ അവരാരും എത്ര കിട്ടിയെന്ന് പറയില്ല. എനിക്ക് മോണിറ്റൈസേഷനായി ക്യാഷ് വന്നതേ പറയത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ ഇത്രയും കിട്ടിയെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അല്ലേ? ആരും പറയില്ല. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഇന്ന് എപ്പോഴും ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഇടും. പക്ഷേ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ജെഫോടെക്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇപ്പം ഞാൻ എങ്ങനെ വിചാരിച്ചെന്നറിയോ, നമ്മളിപ്പം ഒത്തിരി ലോങ് വീഡിയോ ഇടുമ്പം എല്ലാവർക്കും ഭയങ്കര മീൻസ് നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഓരോരുത്തർ ഓരോ ചില സമയം എന്തെങ്കിലും ജോലി ചെയ്യുന്നിടയ്ക്കായിരിക്കും അവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് അവർ ശരി അതങ്ങ് ഓഫ് ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് നോക്കാം. അപ്പം നമ്മൾ പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ, ഇപ്പം 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും നോക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു മിനിമം ഒരു 10 മിനിറ്റ്സിൻ്റെ വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനുള്ള വാച്ച് ടൈം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ. ഞാൻ ചില സമയത്തൊക്കെ ബിലോ 10 മിനിറ്റ്സിൻ്റെ വീഡിയോ ഒക്കെയാണ് കുറേ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലായി. അപ്പം ഞാനിനി എങ്ങനെയൊക്കെ 10 മിനിറ്റ്സിൻ്റെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പം ഞാനും കടയിൽ പോകാൻ സമയമായി ഏകദേശം. പിന്നെ എന്താ പറയണ്ടേ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ മീൻസ് മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാനിത് കണ്ടത് കേട്ടോ. ജെഫോടെക്കിൻ്റെ പിന്നെ ഈ വീഡിയോ കണ്ടത്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പം അവർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മളെ ആൾക്കാരെ മീൻസ് നമ്മുടെ വ്യൂവേഴ്സിനെ പിടിച്ചിരുത്തണമെങ്കിൽ നമുക്കൊരു സമയം വേണമല്ലോ. 10 മിനിറ്റ്സ് 12 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നോക്കും. നമ്മൾ 3 മിനിറ്റ്സ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞപ്പം വാച്ച് ടൈമൊക്കെ ഭയങ്കരമായിട്ട് കുറയില്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ, എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചിരുന്നു. അവർ വിളിച്ചപ്പോൾ എനിക്ക് നല്ല പോലെ എനിക്കൊരു ഡൗട്ടായിരുന്നു. അതെന്താണെന്ന് പറയാതെ അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ആരാന്ന് ഞാൻ പറയാമായിരുന്നു. അത് ഇവർ തന്നെയായിരുന്നു. കാരണം എനിക്ക് പറഞ്ഞു തരാനും ഒന്നും ആരുമില്ല. ആർക്കും ഇതേക്കുറിച്ച് ആർക്കും അറിയില്ല. യൂട്യൂബ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ നോക്കിയപ്പം എനിക്ക് വൈഫൈ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ വൈഫൈ എടുത്തിട്ടില്ല. ഈ മാസം വൈഫൈ എടുക്കണം. ഡിസംബറിൽ എടുക്കാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം കൂടുതൽ സമയം വൈഫൈ എടുത്താലും കൂടുതൽ സമയം ഞാൻ വർക്കിംഗ് പ്ലേസിലായിരിക്കും. അപ്പോൾ ഒരു പോക്കറ്റ് വണ്ണിൽ വൈഫൈ അതെടുക്കാനായിട്ടാണ്. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ലോങ് വീഡിയോ ഞാൻ വൈറ്റ് സ്റ്റുഡിയോ നോക്കിയപ്പോൾ ഒന്നും ഫുൾ ബ്ലാങ്ക് ആയിട്ട് കാണുന്നു. എനിക്കങ്ങ് വിറച്ചു. ഞാനങ്ങനെ പേടിച്ച് എൻ്റെ ഫുള്ളങ്ങ് സ്വെറ്റിംഗ് ആയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കണ്ണൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ കണ്ണിലെല്ലാം ഇങ്ങനെ അകത്തേക്കും അതുപോലെ ആയി. ഞാൻ എന്താ ഇത് കടയിൽ പോയിട്ട് അതെന്താണെന്നറിയാൻ നോക്കാമെന്ന് കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് വീഡിയോ ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ നമ്പർ എടുത്തു. കാരണം അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തോ ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ ഇങ്ങനെയായി. പിന്നെ നമുക്ക് അവിടെ നമ്മുടെ മൊബൈൽ പിന്നെ എന്താ പറയുമല്ലോ
ഡിലേറ്റ് ആയി കഴിയുമ്പം അത് എന്തോ ഒരു സ്ക്വയർ പോലൊരു വരും, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ മറന്നുപോയി. അതിങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചാനൽ ഡിലേറ്റ് ആയിപ്പോയി, എന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ല. ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എടുക്കുന്ന എൻ്റെ വീഡിയോ അല്ല, എൻ്റെ ഓൺ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ പോലും ഞാൻ കോപ്പി ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും എടുക്കുന്നത് എൻ്റെതായ രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം വരാനൊന്നും കാരണമില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഒന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ കുറേ കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതെന്തെന്നറിയുമോ, അതെൻ്റെ മൊബൈലുണ്ടല്ലോ, നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തോ പെട്ടെന്ന് വന്നങ്ങ് ഓഫായിപ്പോയി. എൻ്റെ കർത്താവേ, ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു എൻ്റെ ചാനൽ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ലാസ്റ്റ് എൻ്റെ ചാനൽ വന്നു. എന്നാലും അവർ അത്രയും തിരക്കിനിടയ്ക്ക് എന്നെ വിളിച്ചില്ല. അപ്പം അവർക്ക് ഒത്തിരി താങ്ക്സ്. അപ്പം എന്താ പറയണ്ടേ, അപ്പം ഞാൻ പോവാണ്, എനിക്ക് സമയമായി, എനിക്ക് കടയിൽ പോകണം. 11 മണിയായി, ഞാൻ ഓൾറെഡി കുളിച്ചു റെഡിയൊക്കെ ആയി. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനെന്താ പറയണത്, അപ്പോൾ ടേക്ക് കെയർ, ബൈ.